കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലല്ല, എന്നാൽ നടീലിൻ്റെ പ്രാരംഭം പച്ചക്കറികളെ വിത്ത് മുളപ്പിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് കുറേ വിത്തുകളുണ്ട്, പുതിയതായിട്ട് കിട്ടിയതാ. അപ്പോൾ ആ വിത്തെല്ലാം ഞാൻ മുളപ്പിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കമൻറ്റ് ഞാനിങ്ങനെ വായിക്കലുണ്ട്, വിത്ത് ചീഞ്ഞു പോകുന്നു, ഉറുമ്പ് തിന്ന് പോകുന്നു, മുളക്കുന്നില്ല, അങ്ങനത്തെ കുറേ ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ മറുപടി അന്നേരം കൊടുത്തെങ്കിലും കൂടിയിട്ട് ഇപ്പം ഞാൻ ലൈവായിട്ട് ഞാൻ എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെത് ഇതുവരെ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ മുളപ്പിച്ചതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. തീരെ കൃഷിയെക്കുറിച്ച് ABCD അറിയാത്തവർക്കും ഞാൻ നടുന്ന രീതിയിലൂടെ നട്ടാൽ തീർച്ചയായിട്ടും 100% വിളവ് കിട്ടും. പിന്നെ ഉറുമ്പ് തിന്നില്ല, അത് മുളക്കാതിരിക്കില്ല, ചീഞ്ഞു പോവില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഞാൻ ചെയ്യുന്നത് പോലെ കേട്ടോ. എൻ്റെതൊന്നും ആയിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എങ്ങനെ എനിക്കറിയില്ല, ഞാൻ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എല്ലാ വിത്തുകളും ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങ കേട്ടോ. പിന്നെ തണ്ട് മുളച്ച് നടുന്ന ചെടികളിലെ അതും ഞാൻ ഇന്ന് നടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തണ്ട് മുളച്ച് വേര് പിടിപ്പിക്കുന്ന രീതികൾ അത് ഞാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം എന്നോട് എപ്പോഴും പറയും, നിങ്ങളെ നടിയിൽ നിങ്ങൾ എന്ത് വളം ഇടുന്നത്, ഇതെങ്ങനെ ഉഷാറാകുന്നത്, എങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ എത്രയോ ആൾക്കാർ. പിന്നെ പറയൂ, നിങ്ങൾ വയനാടായിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നതെന്നൊക്കെ. അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ നടുന്ന രീതിയിലൂടെ നട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളതും വിജയിക്കും. ഞാൻ 100% ഉറപ്പ് പറയുന്നുണ്ട്. അപ്പം വരി, ഞാൻ വിത്ത് മുളപ്പിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏതാ രീതി എന്നൊക്കെ ഉള്ളത് കേട്ടോ. എന്നാൽ വരി. ഇതിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഇതാ പ്ലാവിൻ്റെ ഇലയാണ്. പ്ലാവിൻ്റെ ഇലയാണ് താരം. പ്ലാവിൻ്റെ ഇല കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരുണ്ടാവില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പ്ലാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എന്താ, ഉണങ്ങിയത് പറ്റൂല കേട്ടോ. ഉണങ്ങിയത് പറ്റൂ, പഴുത്തതും ഒന്നും വീടൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിയതാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിടണം, ഒന്ന് പൊതിയിടണം, അല്ലെങ്കിൽ അത് മടക്കുമ്പോൾ പൊട്ടു. അപ്പോൾ ഫസ്റ്റിൽ വേണ്ടത് പ്ലാവിൻ്റെ ഇല. പിന്നെ വേണ്ടത് ഈർക്കിളി കിട്ടാത്തവരും നമ്മളെ കൂട്ടത്തിൽ ആരുമില്ല, ഇഷ്ടം പോലെ ഈർക്കിളി കിട്ടും. ഞാൻ ഓലക്കണ്ണിയിൽ നിന്ന് ഈർക്കിളി ഇങ്ങോട്ട് എടുത്തതാ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സംഭവമാണ് വേണ്ടത്. അതിൻ്റെ തുടക്കം കേട്ടോ, ഇനിയും വേണോ അത്. ഒന്ന് പ്ലാവിൻ്റെ ഇല, രണ്ടാമത്തത് പിന്നെ ഈർക്കിളി. ഞാനിതാ എല്ലാം കുമ്പിൾ കുത്തിക്കുന്ന എല്ലാം ഓരോന്നിനും വലിപ്പം നോക്കി. ഇതിലൊക്കെ എത്ര മണ്ണ് കൊള്ളൂ. ഇതിലേക്ക് മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് ഇതാ മണ്ണും കൊണ്ടുപോയി വെച്ചു. വിത്തും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വിത്തും പിന്നെ തണ്ട് മുളച്ച് നടുന്നതിൻ്റെ തണ്ടും എല്ലാം നിങ്ങളെ മുമ്പ് കൊണ്ട് കാണിച്ചു തരാം. ഞാനിതിൽ നിറക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മണ്ണ് നിറക്കുക. ഇതിലൊരുപാട് കൊള്ളു, അതുള്ള കുഴപ്പം ഇങ്ങനെ തന്നെ. മണ്ണ് നിറക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മണലെടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അങ്ങനെ വെള്ളമെങ്കിൽ വേറെ സൗകര്യമുണ്ട്. ഈ ചെടിച്ചട്ടിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. ഇതാ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചാലും മതി. ഞാൻ അങ്ങനെ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇത് കൂടി ഇതിൽ കൊള്ളൂര. ഇത് മണ്ണ് ഇതിലൊന്നും ഞട്ടിയില്ല കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോക്കാം. കല്ലൊന്നും ഇപ്പം വേണ്ട. വിത്ത് മുളക്കാൻ കല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ തടസ്സമാണ് മുളക്ക്. പ്ലാസ്റ്റിക് പിന്നെ എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് ഉണ്ടാവും. ഇങ്ങനെ ഇത്രയും റിസ്ക് എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെയ്താൽ ഫുൾ ഗ്യാരണ്ടിയാണ്. അതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ നമുക്ക് വിത്ത് മുളച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പേടിക്കുക വേണ്ടല്ലോ. അല്ലെങ്കിൽ മുളക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. മുളക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത് തന്നെ. ഫുള്ള് മണ്ണ് നിറച്ച് കഴിഞ്ഞു. കുമ്പിൾ കുത്തിയൊക്കെ കാണിച്ചു തരാം. മണ്ണ് നിറച്ചു, മണ്ണിൽ വളമൊന്നും ഇട്ടിയില്ല, അതിന് സംശയം വേണ്ട. ഇനി ഞാൻ വിത്ത് ഇടുന്നത്. വിത്ത് ഓരോന്നോരോന്ന് ഇടുക. നമ്മൾ ഏതിൽ വിത്ത് ഇട്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ അടിയിലാക്കുന്നതിന് മുമ്പേ എല്ലാത്തിനും വിത്തിട്ട് വെക്കുക, നമുക്ക് ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടൂല, ഞാൻ ഇതിൽ നട്ടിയില്ലേ, അങ്ങനെയൊക്കെ ഒരു സംശയം ഉണ്ടാവും. പിന്നെ എനിക്ക് ഈ വിത്ത് തന്നത് ആരാന്നറിയോ? അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേടാവും. ഇത് എന്നെ കാണാൻ വേണ്ടി നമ്മളെ കുടുംബത്തിൽ ഒരാൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് മോനെയും കൂട്ടി കാറെടുത്ത് വന്നു. എൻ്റെ ഒരു അഡ്രസ്സില്ല, എൻ്റെ ഒരു ഫോൺ നമ്പർ ആളെ കയ്യിലില്ല. എൻ്റെ ചാനലിൽ വീഡിയോ എടുത്തിട്ട് ചോദിച്ച്
ഇവിടെ മുറ്റത്തെത്തി കോളിംഗ് ബെല്ലടിച്ച് ഞാൻ വാതിൽ തുറക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. അത്രക്കും റിസ്ക് എടുത്തിട്ടാണ് ചുരം കയറി വന്നത്, കാറെടുത്ത് മോനെയും കൂട്ടിയിട്ട്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് സമ്മാനം തന്നു. എനിക്ക് ആര് തരികയാണെങ്കിലും സമ്മാനം തരികയാണെങ്കിൽ എനിക്ക് ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് തീർന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടികളോ അല്ലെങ്കിൽ വിത്തുകളോ. അപ്പോൾ പിന്നെ ആളെ പേര് സെജിന എന്നാട്ടോ. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഫാത്തിമാസ് വ്ളോഗ് ചാനലൊക്കെ ഉണ്ട്. ഞാൻ അനിയത്തിയായിട്ട് കാണുന്നുണ്ട്, എൻ്റെ സ്വന്തം അനിയത്തി പോലെ ആയിട്ടുണ്ട്. ഞാൻ സെജി എന്നാണ് വിളിക്കൽ. അപ്പോൾ സെജി ഞാനിത് നടാൻ പോവുക കേട്ടോ, സെജി കാണുവയ്ക്കൂലേ. അപ്പോൾ സെജിക്ക് തന്നെ ഖത്തർ നാരം കൊടുത്തു വിട്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പകുതി ഞാനും എടുത്തു, പകുതി സെജിയും എടുത്തു. അങ്ങനെ തന്നു. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ നട്ട് പിടിപ്പിച്ച് ഉഷാറാക്കി. അപ്പോൾ ഞാൻ സെജിനോടൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ നട്ട് ഉണ്ടാക്കി ഉഷാറായിട്ട് വിളവെടുത്തിട്ട് ആ വിളവുമായിട്ട് ഞാൻ സെജിൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. ഇൻഷാ അല്ലാ എനിക്കെന്നെ സാധിക്കട്ടെ, വിളവ് നല്ല ഉഷാറായി ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് സെജിൻ്റെ വീടൊക്കെ ഒന്ന് കാണണം. അത്രയും റിസ്ക് എടുത്താൽ എന്നെ കാണാൻ വന്നത്. അപ്പോൾ ഞാൻ ഇനി നടാൻ പോവുക കേട്ടോ. ഞാൻ ഓരോന്ന് ഇത് പടവലാന്ന് തോന്നുന്നുണ്ട്. വിത്ത് മേലെ വെച്ചാലേ നമുക്ക് തിരിയുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നങ്ങ് നട്ടുക, വിസ്മിൻ ജെല്ലി, ബാക്കി ഇങ്ങനെ വെക്കട്ടെ. അല്ലെങ്കിൽ എന്നോട് മറന്നു പോകും കേട്ടോ. പിന്നീട് ഞാൻ അങ്ങനെ മാന്തി വെക്കേണ്ടി വരിക. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ഓരോരോ പ്രശ്നങ്ങളാണത്. ഇതിൽ പിന്നെ എന്നോട് പറഞ്ഞത് മരുന്ന്, ഇതിൽ എൻ്റെ കുറച്ച് വിത്തുണ്ട്. അപ്പം പറഞ്ഞ എന്നോട് മരുന്നൊക്കെ മുക്കിയതാണ്, ഞാനൊന്നും ചെയ്യണ്ടാന്ന്. പിന്നെ ഒരു കാര്യം പറയാം, ഇത് വെള്ളത്തിലിട്ട് ചേർത്തിട്ടാണ് നമ്മൾ നടുന്ന വെച്ചാൽ പെട്ടെന്ന് മുളക്കും. പക്ഷേ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചാൽ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ അറിയോ? എന്തോ കാരണം കൊണ്ട് 2-3 ദിവസം ഒരു റെസ്റ്റും ഇല്ലാത്ത എന്തോ ഒരു തിരക്കിലങ്ങ് പെട്ടുപോവുക. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എൻ്റെ വിത്ത് ചീഞ്ഞു പോയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. പിന്നീട് ഞാൻ തീരുമാനിച്ച് ഇനി വെള്ളത്തിലിട്ടേക്കുന്ന കേസില്ല, സ്പോട്ടിൽ അങ്ങ് നടുക തന്നെ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ, മുളക്കുമ്പോൾ മുളച്ചാൽ മതി. ഒരു 2 ദിവസം കഴിയുന്നല്ലേ ഉള്ളൂ, എന്നാലും കേട് വരൂരല്ലോ. അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങക്കൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഇട പോവാനോ എന്തൊക്കെയോ അങ്ങ് വന്നൂടെ ഓർക്കാതെ. എല്ലാ വിത്തും നടണം. അപ്പം ഞാൻ കുറച്ചാണ് ഞാൻ എല്ലാം നടുന്നത്. എല്ലാ സൈസും ഉണ്ട്, കാപ്സിക്കം വരെ ഉണ്ട്. എല്ലാം ഇപ്പം ഇതിൽ പോകൂല, എന്നാലും കുറച്ചേ നടുന്നുള്ളൂ. ഞാൻ നടും, ഇന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ വെക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കണ്ണൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ് തോന്നുന്നുണ്ട്, ഒക്കെ മറന്നു പോവുക. എന്നിട്ട് മാന്തി നോക്കുക രണ്ടാമത്. ആ കേസൊന്നും വരൂല. വെച്ചതിൻ്റെ മേലെ തന്നെ വേറെയും വെക്കാൻ തോന്നുന്നുണ്ട്, അങ്ങനെയാകുന്നുണ്ട്. ഇത് നിത്യവഴുതനൻ്റെ വിത്ത, അതിൻ്റെ കയ്യിലുള്ള വിത്ത. നിത്യവഴുതന ഞാൻ സെജിക്ക് കൊടുത്തിട്ടുണ്ട്. നട്ടോ എന്തോ അറിയില്ല, ഏലം കൊടുത്തിരുന്നു. ഏലം നട്ടത് ഞാൻ ഷോർട്സ് കണ്ടു. ഇതൊക്കെ എന്ന് നല്ല വിത്തുകളാണ്. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. വേറെ വെറൈറ്റി നടാന്ന് വിചാരിച്ചിട്ട്, എല്ലാം ഒരേപോലത്തെ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെറൈറ്റി എടുക്കുന്നത്. ഇത് നല്ല മോഡൽ വെണ്ടയാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഇടതും വലതും കൈ എല്ലാം പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. അത് നമ്മൾക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങ് മണ്ണിട്ട് മൂടിയാൽ മതി. ഇത് ഞാൻ ഈ പാത്രത്തിൽ മണൽ നിറച്ചിട്ട് അവിടെ വെച്ച എന്താന്ന് പറഞ്ഞാൽ ഇത് അടി കൂർപ്പാണല്ലോ ഇതിന്. ആ കൂർപ്പ് കാരണം ഇത് നിൽക്കുന്നില്ല. പിന്നെ ഒരു മാർഗം ഉണ്ട് കേട്ടോ, നമ്മൾ നടുന്ന ചെടിച്ചട്ടിയില്ലേ, ചെടിച്ചട്ടീൻ്റെ സൈഡ് ചുറ്റും വെച്ചാൽ അതിന് നനക്കുന്നത് അതിനും കിട്ടിക്കോളും. ഞാൻ ഇതുവരെ വിത്തല്ലേ നട്ടത്, ഇനി ഞാൻ കുഞ്ഞു തൈകൾ ഇതിലേക്ക് വെക്കുന്ന രീതി പറഞ്ഞിരുന്ന. നമ്മൾ തൈ പാകിയിട്ട് മുളച്ചിട്ട് കൊണ്ടുപോയി നട്ടാൽ നമ്മൾ പിന്നെ അത് മറച്ച് കൊടുക്കണം, വെയിൽ കൊള്ളാൻ പറ്റൂല, അങ്ങനെയുള്ള കേസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഇതിലേക്കാക്കിയിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് നല്ലൊരു വഴുതിന തയ്യ, ആ വഴുതിന തൈ ഞാൻ പാകി കൊടുത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് മണ്ണോടുകൂടിയാണ് എടുത്തത്.
ഇതങ്ങ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അത് ശരിക്ക് വേര് വന്നോളൂ. വേരെല്ലാം വന്ന് ഉറച്ച് കഴിഞ്ഞ് മണ്ണുമായിട്ടൊന്ന് ഉറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കൊണ്ടുപോയിട്ട് അങ്ങ് കുഴിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ വെയിൽ കൊള്ളാൻ പറ്റും. ഇതിനിപ്പോൾ ഇതും വെയിൽ കൊള്ളിക്കാൻ പറ്റൂല കേട്ടോ. ഇത് തണലത്ത് തന്നെ വെക്കണം. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ തെളിഞ്ഞ് നിൽക്കും, വേരോട്ടൊക്കെ പിടിച്ചു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതോട് കൊണ്ടുപോയി നട്ടാൽ, അങ്ങനെ നട്ടാൽ നമുക്ക് ഒരു ടെൻഷനില്ല. ഉണങ്ങിപ്പോവോ വാടിപ്പോവോ എന്നുള്ള ബേജാറില്ല. അത് നമ്മളെ കൺവെട്ടം തന്നെ ഉണ്ടായും ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അത്രയും എനിക്ക് ചെടികളോട് അങ്ങനെയാണ് ശ്രദ്ധിച്ച് ഐസിയിലൊക്കെ ഇട്ടിട്ടാ എൻ്റെ പരിപാടി അങ്ങനെയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാ? എന്താ ഞാൻ 2 വഴുതിനെപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഈ വഴുതിനെ തൈ ഉണ്ടാക്കിയ കഥ കേട്ടാൽ വലിയ വഴുതിനെ ബോള് പോലെ ചക്ക വഴുത, അതിൻ്റെ വിത്ത് 1 ഏക്കർ സ്ഥലം നട്ടാലും വിത്ത് ബാക്കിയ അക്കോലത്തിൽ വിത്തും ഉണ്ടായി. ഇവിടെ വിത്ത് ഞാൻ നല്ലോണം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായ നഷ്ടക്കഥയാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് 2-3 ദിവസം എനിക്ക് ഒഴിവന്നെ കിട്ടിയില്ല. അതെന്താ അറിയില്ല, നഷ്ടപ്പെട്ടു പോയി ആ വിത്ത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ കിട്ടിയെന്നല്ലേ. അപ്പം ഞാൻ ആ വിത്ത് എടുത്തപ്പോൾ അതിൻ്റെ മേലെ തൊണ്ടുണ്ടല്ലോ, അതിൻ്റെ പുറംഭാഗം അത് വളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെടീൻ്റെ മുരട്ട് അതിങ്ങനെ കൊണ്ടുപോയിട്ട് മാക്സിമം വിത്ത് പെറുക്കി അതിന് എടുത്തു പോയിന്. അത് നോക്കുമ്പോൾ ഞാൻ ഓമനിച്ചുണ്ടാക്കി പാകിയ വിത്ത് പോയും ചെയ്ത് ഈ തോട് അവിടെ നിന്നുണ്ടായ വിത്ത് അത് നോക്കി എങ്ങനെയുണ്ട്. ഒന്നും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത് കേട്ടോ. ഇതിൽ ഞാൻ 2-3 വിത്ത് എങ്കിൽ വെച്ചാൽ മതിയായിരുന്നു, എനിക്ക് കുറേ കിട്ടിയേനു. അതുപോലും ഞാൻ ചെയ്തില്ല. ഇനി അടുത്തത് വഴുതിന കഴിഞ്ഞു. ഇവിടെ ഒരു മഴേൻ്റെ ഒരുക്കുണ്ട് കേട്ടോ. അടുത്തത് ഡെയ്സി അല്ലേ, ഇത് വേര് പിടിപ്പിക്കാനാ ഫസ്റ്റാ. ഇതൊക്കെ അങ്ങനെ തന്നെ, ഡെയ്സിയൊക്കെ ഞാൻ വേര് പിടിപ്പിക്കല അങ്ങനെയാ. ഒരു ചട്ടീൻ്റെ ഇവിടെ അങ്ങനെ വെച്ച് തന്നി. ഇനി അടുത്തത് അലോവേര എന്ന് പറഞ്ഞാൽ കറ്റാർവാഴ. അത് ഒരു ഇതിങ്ങോട്ട് എടുത്തതാ. ഒക്കെ ഞാൻ മണ്ണുമായിട്ടൊന്ന് ലയിച്ച് ചേരാണ്ട് വരും, എന്നിട്ടേ വെയിലത്ത് കൊണ്ടുപോയി വെക്കുള്ളൂ. ഞാനിങ്ങനെയൊക്കെ എൻ്റെ ചെടി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിക്കലുണ്ടല്ലോ, ആ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് കാണിച്ചിരുന്നത്. പിന്നെതാ ഇതെന്താ അറിയോ, ഇതെൻ്റെ മെലസ്റ്റോമ. ഇങ്ങനത്തെ തളിരേ നടാവും. ഈ തളിര് നമ്മൾ ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിൽ കുത്തി വെക്കുക, ഇങ്ങനെ കുത്തി വെക്കുക. ഒന്നും നിങ്ങൾ തെളിഞ്ഞ് നിൽക്കുന്നവരെ 2-3 ഒരാഴ്ചക്ക് വെയിൽ കൊള്ളിക്കാനേ പറ്റൂരേ. പ്രത്യേകം പറയാനുള്ളതാ, ഇതൊക്കെ ചെടീൻ്റെ ഐസിയുവിൽ തന്നെ വെക്കണം. ഈ പ്ലാവിൻ്റെ അതൊന്നും ആവൂല, അടിയിലത്തെ നമുക്ക് വേണ്ട. നിങ്ങളെ നാട്ടിൽ മഴ വരുന്നുണ്ടോ? ഇവിടെ മഴേൻ്റെ ഒരുക്ക ചാറുന്നുണ്ട്. എന്നാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി ഇതെന്താണെന്നറിയോ, ഇത് എൻ്റെ ജെറേനിയ കണ്ടില്ലേ? ജെറേനിയ അതും ഇത് ഇങ്ങനെ തന്നെയാണ് പൊട്ടിച്ചെടുക്കുക. ജെറേനിയ പൂക്കളിൻ്റെ ബാക്കിലുണ്ട്, നല്ല പൂക്കളാണ്. ഇതിൻ്റെ പൂക്കൾ എന്താ പൂക്കളെ വലിപ്പവും കളറും. എനിക്ക് കൂട്ടത്ത് വെച്ച് ഇഷ്ടം ഇതിൻ്റെ കളറാണ്. ഇതാക്കാട്ടോ ജെറേനിയ. ഡെയ്സി പിടിപ്പിച്ചു, ജെറേനിയ, അലോവേര, വഴുതിന ഒക്കെ പിടിപ്പിച്ചു. ഇനി എന്താണെന്നറിയോ, ഇത് ഞാൻ കാബേജ് വിളവെടുത്തിട്ട് കാബേജിൻ്റെ കുറ്റി വെക്കുക. കുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിമേൽ തൈ ഉണ്ടായ കണ്ടോ, ആ തൈ നമ്മൾ മെല്ലെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചിങ്ങെടുത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നട്ട് കൊടുത്താലുള്ള കുറച്ച് തെളിഞ്ഞ് ഒരു വേര് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയി നടാം. എന്ത് നടുമ്പോൾ നമുക്ക് ഊരിയെടുക്കണ്ട, അത് നല്ലൊരു ഗുണമാണ്. ഈ
പിന്നെ പ്ലാവില കൊണ്ടുള്ള ഗുണമാണിത്. നല്ലൊരു വളമായി മാറുമല്ലോ. ഇതൊന്നും കുത്തനെ നിൽക്കൂല, അതിലങ്ങോട്ട് ഇറക്കി വെക്കണം. ഇതാ 2 3 ഞാൻ അതിൽ പറിച്ച് പോയി. നീ ചട്ടി വെറുതെ, നീ ചട്ടി നല്ല വളക്കൂറുള്ള മണ്ണാതിൽ. ഇത് കരിയിലനോട് ഉണ്ടാക്കിയായിട്ട് നല്ല കറുപ്പ്. ഇപ്പം ഞാൻ നട്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ എന്തൊക്കെ ഏത് രീതിയിലൂടെ ഞാൻ നടുന്നെന്നുള്ളത് നിങ്ങൾ കണ്ടീരേ. ആ വിത്ത് മുളക്കുന്നതും ഇതാളായി വരുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കും. ഇതെന്താ അറിയോ? ഇത് സാൽവിയ. എന്തൊരു ചോപ്പാന്നറിയോ ഇതിന്. ഇത് ഞാൻ ഒരു കമ്പ് ഇങ്ങോട്ട് എടുത്തുന്നേ ഉള്ളൂ. ഈ സാൽവിയ ഉണ്ടല്ലോ കുറേ ഇങ്ങനെ വരിയോയിട്ട് നട്ടാൽ എന്തൊരു തിളക്കാന്നറിയോ. ഈ സാൽവിയ നമുക്ക് 3-4 പീസാക്കാം. പൂവൊന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാലും അതും വളർന്ന് മുളക്കും. ഇനി നമുക്ക് ഈ സാൽവി മുളപ്പിക്കുക. സാൽവി എൻ്റെ അടുത്ത് മുളച്ച് കുറേ ഉണ്ട്. ഞാൻ തറവാട്ടിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുപോയി നട്ടാണ്. ഇവിടെ സ്ഥലമില്ല, ഇവിടുത്തെ കഴിഞ്ഞു. ഇതിനത്ര സ്ഥലമില്ലല്ലോ. സാൽവിയ വേഗം പിടിച്ചോളൂ. സാൽവിയൊക്കെ വേഗം പിടിക്കൂ. അപ്പോൾ എന്തൊക്കെ നട്ടെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. സാൽവിയ ഇതും ഉണ്ട്. ഇതും കൂടി അങ്ങ് കഴിഞ്ഞാട്ടെ. ഇതൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ വലിച്ചങ്ങെറിയൂലേ. ഇതൊക്കെ ഒഴിവാക്കുന്നതല്ലേ. ഇത് മുളക്കും, അതും മുളക്കും. പൂവൊന്നും വേണ്ട. എൻ്റെ നടീൽ രീതി ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. എന്നോട് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങൾ കാണിക്കണേ എന്നുള്ളത്. ഇങ്ങനൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കുക, മക്കളെ നോക്കും പോലെ. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ രാവിലെ എൻ്റെ ചെടികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ട് ഞാൻ കഴിക്കൂല. ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ. എല്ലാം നനച്ച് മുറ്റടിച്ച് വാരി വൃത്തിയാക്കി ആ നനഞ്ഞിടത്തൊക്കെ ഒന്ന് തുടച്ച് വെക്കി വീണു. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെടി ഭ്രാന്ത് ഉണ്ടായിട്ട് ഇവിടെ നമ്മളെ ബാക്കിയുള്ള ഐറ്റങ്ങൾ സ്പീഡിൽ അങ്ങ് നടന്നുവിടും. നമ്മളാണെങ്കിൽ ചെടി നനച്ചിട്ട് അവിടെ കൊളാക്കി വെച്ചിട്ടുണ്ടാവും. ഒക്കെ ഒന്ന് തുടച്ച്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ എൻ്റെ അധ്വാനങ്ങളാണ്. ഇതിൽ ഈ മണ്ണിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് നടും. ഇതിവിടെ നിൽക്കട്ടെ, സ്ഥലമില്ല. അപ്പം ഞാൻ എന്തൊക്കെ ഒന്നുകൂടിയും ബാക്കിയുണ്ട്. ഇത് എൻ്റെ പിന്നെ മെലസ്റ്റോമൻ്റെ പൂവിടുന്ന സീസൺ. അപ്പോൾ എൻ്റെ മെലസ്റ്റോമ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. മെലസ്റ്റോമ പൂവിട്ട് കണ്ട ആരായാലും മെലസ്റ്റോമ നട്ടു പിടിപ്പിക്കും. റോഡ് സൈഡായിട്ട് എന്നോട് കുറേ പേര് പണ്ട് എന്നോട് കുറേ ആൾക്കാർ എന്നോട് മെലസ്റ്റോമ എങ്ങനെയാണ് നടലും ചോദിക്കുന്നു. ഞാൻ അവരോട് പറയും അത് നഴ്സറി പോയി തൈ വാങ്ങിയതാണ്, ഞാൻ ഭയങ്കര വില ഇതിന്നൊക്കെ പറഞ്ഞ് ഓലങ്ങ് പറഞ്ഞയക്കും. ഞാൻ വിശ്വസിച്ച് അങ്ങനെയും പാവങ്ങളെ പറഞ്ഞു വിടും. പിന്നീട് ഞാൻ തന്നെ ഒരു പരീക്ഷണം അങ്ങ് നടത്തി. ഇതെന്താ ഉണ്ടാവുമോ നോക്കുക. അങ്ങനെ നോക്കിയൊക്കെ ഉണ്ടായി. ഇഷ്ടം പോലെ എനിക്ക് തൈകളുണ്ടായി. ഇങ്ങനെ അങ്ങ് നട്ടുകൊടുത്താൽ മതി. എനിക്ക് പാവമായി പോയി ആ പറഞ്ഞു വിട്ടവരെ. അവർ എങ്ങാനും ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ ഞാൻ അവർക്ക് കുറേ കൊടുക്കും. എനിക്ക് അങ്ങനെ പറഞ്ഞു വിടുന്നത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇത് ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മെല്ലെ മുളച്ച് വരും. ഇത് തെളിയാൻ ഒരാഴ്ചയൊക്കെ പിടിക്കും. സാൽവിയ വേണമെങ്കിൽ നാളെ മറ്റന്നാളേക്ക് ആവും. ഡെയ്സി. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ നടുന്നൊക്കെ ഒന്ന് പറയണേ. ഇനിയുണ്ട്. ഇനി എൻ്റെ തക്കാളി തൈ ഉണ്ട്. തക്കാളി തൈ ഞാൻ പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. തക്കാളി പാകിയിരുന്നു, എന്നിട്ട് കുറച്ച് മുളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ തക്കാളി പാകിയത് കൊണ്ടുപോയിട്ട് അങ്ങ് നട്ടാൽ ഉണ്ടാവില്ലല്ലോ, ഉണങ്ങിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇവിടുന്ന് തന്നെ തെളിഞ്ഞ് വേരോട്ടം ഉണ്ടായിട്ടേ ഞാൻ കൊണ്ടുപോകുള്ളതാ. തക്കാളി തൈ 2 ഒന്നില്ല, മറ്റ് 2 കൂടി അങ്ങ് കട്ട പിടിച്ച് നിർത്തിയതാ. വേറിരിച്ചാൽ ഒരു 2 പോയി പോന്നു. ഇപ്പോൾ ഒരു സംശയം. ഇതിനിങ്ങനെ തെളിവ് വരും. തെളിഞ്ഞ് വേരോട്ടം വന്നാൽ ഞാൻ കൊണ്ടുപോയി നടും. ഇനി ഒന്നുകൂടി ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ സ്പോട്ട് തന്നെ അങ്ങ് നനക്കുക. എന്നാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വേഗം മുളച്ചോളല്ലോ. ഞാൻ മെലസ്റ്റോമ എന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നെ തൈ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് അവിടെ കുത്തിവെച്ച്
എൻ്റെ മെലസ്റ്റോമ പൂത്തത് നോക്ക്, എന്തൊരു ഭംഗിയാണെന്നറിയോ മെലസ്റ്റോമ. നല്ലൊരു കളറാണ് ഇത്. പലതരം കളറുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, നേരിയ വയലറ്റ് ഉണ്ട്, ഇങ്ങനെ ഇതുപോലത്തെ വയലറ്റ് ഉണ്ട്. നല്ല അടിപൊളിയാണ് ഉണ്ടോ. ഞാൻ ഡെയ്സി നട്ട് കണ്ടില്ലേ, ഡെയ്സി ഞാൻ ഒരു പ്ലാവിൻ്റെ ഇലയിലേക്ക് വെച്ചിട്ട്, ഇപ്പോൾ ഡെയ്സിക്ക് മുളക്കാൻ കുറച്ച് സമയം എടുക്കും. അതിന് പ്ലാവിൻ്റെ ഇല പഞ്ചറായി നോക്കണ്ട, വേര് പിടിച്ചത് കണ്ടോ, അടിപൊളിയായിട്ട് നിതം കൊണ്ടുപോയി നടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.